പ്രൈസ് ദ ലോർഡ്. ഗായോസ് എന്ന പേരിന്റെ അർത്ഥം പ്രശംസാർഹം എന്നാണ്. അക്കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ സർവ്വസാധാരണമായ ഒരു പേരായിരുന്നു അത്. റോമാ ചക്രവർത്തിയായിരുന്ന കലിഗുലയുടെ യഥാർത്ഥ പേര് ഗായോസ് എന്നായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഗായോസ് എന്ന പേര് പുതിയ നിയമത്തിൽ 5 സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. 1. പൗലോസിന്റെ സഹയാത്രികനും മക്കതോന്യക്കാരനുമായ ഗായോസ്. 2. ദർബക്കാരനായ ഗായോസ്. 3. കൊരിന്തിൽ പൗലോസ് സ്നാനപ്പെടുത്തിയ ഗായോസ്. 4. പൗലോസിന് കൊരിന്തിൽ ആതിഥ്യം നൽകിയ ഗായോസ്. 5. യോഹന്നാൻ അപ്പോസ്തലൻ 3-ാം ലേഖനത്തിൽ അഭിസംബോധന ചെയ്യുന്ന ഗായോസ്. ഈ ഗായോസ് ദർബക്കാരനായിരുന്നെന്നും അവിടെ നിന്ന് കൊരിന്തിലേക്ക് മാറി താമസിച്ചു എന്നും പൗലോസിന്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെട്ടു എന്നും പൗലോസ് അവനെ സ്നാനപ്പെടുത്തി എന്നും വിശ്വസിച്ചു വരുന്നു. പൗലോസിന്റെ കൂട്ടുവേലക്കാരനായിരുന്ന ശേഷം ഗായോസ് യോഹന്നാൻ അപ്പോസ്തലന്റെ എഴുത്തുകാരനായി പ്രവർത്തിച്ചു എന്നും പാരമ്പര്യം പറയുന്നു. പൗലോസിന്റെ സഹപ്രവർത്തകനായ ഗായോസും യോഹന്നാൻ അപ്പോസ്തലൻ 3-ാം ലേഖനം എഴുതുന്ന ഗായോസും 2 വ്യക്തികളാണെന്ന അഭിപ്രായവും വേദപണ്ഡിതാക്കളുടെ ഇടയിലുണ്ട്. ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മാനസാന്തരപ്പെടാത്ത ഒരുവനെ ക്രിസ്ത്യാനി എന്ന് ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്നില്ല. ഇന്ന് ഒരുവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിക്കുകയും പൊതുവെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായ നിലപാടല്ല. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ വായ്കൊണ്ട് സാക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഗായോസ് പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു. പൗലോസിനോടുകൂടെ യാത്ര ചെയ്തു. ഒരു ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞാൽ ഒരു മിഷണറി ആയിരിക്കുക എന്നാണ്. മിഷണറി ദർശനത്തോടെയാണോ നാം പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുക. അവൻ ക്രിസ്തീയ കൂട്ടായ്മ വിലമതിച്ചു. ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും അടിക്കടി വർദ്ധിച്ചു വന്നിരുന്ന കാലത്ത് കൂട്ടായ്മയായി പ്രവർത്തിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടു. പൗലോസിന്റെ കൂടെ യെരുശലേമിലേക്ക് പോയ സ്നേഹിതരിൽ ഗായോസും ഉണ്ടായിരുന്നു. അവൻ അതിഥി സൽക്കാര പ്രിയനായിരുന്നു. അതിഥി സൽക്കാരം എന്നത് ദൈവജനത്തിന്റെ പദവിയാണ്. എബ്രായ ലേഖനം 13:1 അബ്രഹാമിന്റെ അതിഥി സൽക്കാരം മൂലം അവൻ ദൈവദൂതന്മാരെ സൽക്കരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗായോസ് കൂട്ടുവിശ്വാസികളെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും സഹായിക്കുകയും ചെയ്തു പോന്നു. ക്രിസ്തീയ വേലക്കാർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന വിശ്വാസികൾ എത്രയുണ്ട്. നമുക്ക് ഈ വിധത്തിൽ കൂട്ടായ്മ പാലിക്കാൻ കഴിയണം. സഭാ നേതാക്കന്മാർ അതിഥിപ്രിയരായിരിക്കണമെന്ന് 1 തീമോഥെയോസ് 3:2 കാണാം. അവൻ വിശ്വാസ ജീവിതത്തിൽ നിലനിന്നു. മറ്റുള്ളവരാൽ ഉത്തമ സാക്ഷ്യം കൊണ്ടവനായിരുന്നു ഗായോസ്. നമ്മുടെ വിശ്വാസവും പ്രായോഗിക ജീവിതവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുവാൻ പാടില്ല. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.